ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയുടെ മൃതദേഹം ഇന്ന് രാവിലെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ മൃതദേഹം രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തപ്പി കിട്ടിയതല്ല. വേസ്റ്റിന്റെ കൂട്ടത്തിൽ വളരെയധികം ജീർണിച്ച് പൊങ്ങിക്കിടക്കുകയായിരുന്നു ഈ മൃതദേഹം. മണിക്കൂറുകൾ ഒരുപാടായല്ലോ. ഇപ്പം എന്താണെങ്കിലും മലയാളികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം ക്ലിയർ ആയിട്ട് പറയാം. ഞാനടക്കം നിങ്ങളടക്കമുള്ളവർക്ക് ഈ ജോയുടെ മരണത്തിൽ ഒരു പങ്കുണ്ട്. കാരണം നമ്മളൊക്കെ വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് വളരെ മോശമായ രീതിയിലാണ്. പിന്നെ ഇവിടുത്തെ സിസ്റ്റം അട്ടർ ഫെയിലിയർ. അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരലുകളും ക്രെഡിറ്റ് എടുക്കലുകളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എന്ത് പറയാൻ, മീഡിയാസ് അതിനിടയിൽ കുറേ പേര് കടന്നിട്ട് എവിടെയാണോ ഹെവി സൈഡ്, എവിടെയാണോ ക്രൗഡുള്ള അവിടെ പോയി തൂങ്ങി നിൽക്കും. ലിറ്ററലി ഞാനും നിങ്ങളോടൊക്കെ ഓരോരുത്തരും ഇന്ന് ആ മനുഷ്യൻ്റെ ജീവൻ പോയതിന് ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആരും മര്യാദയ്ക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നില്ല. ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എന്താ നമ്മളെ കൾച്ചർ മാറിക്കൊണ്ടിരിക്കുക. ഫ്ലാറ്റ് ആകുന്നു, വില്ല പ്രൊജക്ട്സ് വരുന്നു. നമുക്ക് വേസ്റ്റ് മാനേജ് ചെയ്യാൻ സത്യത്തിൽ അറിയില്ല, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച് തരില്ല. അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഇവരാരും കൊണ്ടുവരില്ല. കാരണം വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മൂക്കും പൊത്തി കാണുമ്പോൾ അറച്ചു പോകുന്ന സാധനമാണെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും ഇവിടുത്തെ പല ബിസിനസ് ജയന്റുകൾക്കും ഈ വേസ്റ്റ് ഗോൾഡാണ്. അവർ ഈ നാട് വേസ്റ്റിൽ മുങ്ങണം എന്ന് മാത്രമേ അവർക്ക് മൈൻഡിൽ വരൂ. കാരണം പല പ്രൊജക്റ്റുകളും കൊണ്ടുവന്നിട്ട് അതിന് പൈസ അടിച്ച് മാറ്റാൻ ഏറ്റവും നല്ല വഴി വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. ഇവിടെ പല സ്ഥലങ്ങളിലും കുറേ മുമ്പ് ക്യാമറകൾ വെച്ചൊരവസ്ഥ എനിക്ക് ആ ഒരു ന്യൂസ് കേട്ടത് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട് എനിക്കറിയില്ല. അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. വേസ്റ്റ് ഇടുന്നവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്യാമറകൾ മുക്കിനും മൂലയിലും എടുത്ത് വെച്ചിരുന്നു. ഈ ക്യാമറ വെച്ച പോലെ. ആ ക്യാമറയൊക്കെ എവിടെ എവിടെയാ ക്യാമറയൊക്കെ? ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെയൊക്കെ മതിലിനോട് പറ്റിപ്പിടിച്ച് ഏതെങ്കിലും വീട്ടിൽ ആരെങ്കിലും ഒക്കെ വേസ്റ്റിൻ്റെ കവർ കാണും. ഇനി ഇവിടുത്തെ തോടുകൾ എന്താണ് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഒരു മഴ മര്യാദയ്ക്ക് നിന്ന് രാത്രി പെയ്ത തോട്ടിൽ വെള്ളം പൊങ്ങി റോട്ടിക്ക് ചാടും. റൂം ഫോർ ദ റിവർ. അപ്പോ ഈ മനുഷ്യൻ മരിച്ചു. ഇപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് പ്രോപ്പറായിട്ടൊരു ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവന്ന് ഇതിനൊരു പ്ലാനിങ് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ചെയ്യണ്ടേ. ഇപ്പം ഈ ആമഴഞ്ചാൻ തോട്ടിൽ ഈ മനുഷ്യനെ കാണാതായിട്ട് റെയിൽവേ ടണലിൻ്റെ അടിയിലുണ്ട് എന്ന് പറഞ്ഞ് മാൻഹോള് കണ്ടുപിടിച്ച് അതിലേക്ക് പോകണമെന്നൊക്കെ പറയുമ്പോഴും ദിവസങ്ങളായിട്ട് ന്യൂസിൽ പറയുന്നത് ഇതിനൊരു മാപ്പ് പോലും ഇവിടെ ആരുടെയും കയ്യിലില്ല. ഈ സിസ്റ്റത്തിൻ്റെ ആരോ എപ്പോഴും ഉണ്ടാക്കി അതിനൊരു ഒരു മാപ്പ് വേണ്ടേ ഇതിന്. എവിടെ ഏത് ടണൽ എവിടെ കണക്റ്റ് ആവും അതൊന്നുമില്ല. ഇവിടെ ഒന്നും സിസ്റ്റമാറ്റിക് അല്ല. ഒരു കാര്യത്തിനും വാലും തലയില്ല ഇവിടെ. ആരോ തുടങ്ങും, എങ്ങനെയോ പോവും, അതിന് കുറേ ആൾക്കാർ കൈയിട്ട് വാരും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി ഈ ജോയ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു ജോയിൽ ഒതുങ്ങുന്നതല്ല ഈ കഥ. തോട്ടിപ്പണി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ടത്തെ സിനിമകളിലൊക്കെ ഉണ്ട് തോട്ടിപ്പണി. സാക്കടയ്ക്കുള്ളിൽ എന്നൊക്കെ പറഞ്ഞ നമ്മളെ രജനീകാന്ത് സാറൊക്കെ ഒരുപാട് സിനിമകളിൽ ചെയ്തു വെച്ച സാധനമാണ്. അതായത് പാട്ടിനിടയിൽ മറ്റേ സാധനം ഉണ്ടല്ലോ, ഇമോഷൻ കയറ്റാൻ വേണ്ടിയിട്ട് ഈ സംഗതി. ഓക്കെ, മാനുവൽ സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. തോട്ടിപ്പണി അതാണ്. വേസ്റ്റ് വാരുക, മലമൂത്ര വിസർജനം വാരാൻ വേണ്ടിയിട്ടൊക്കെ ഇതേപോലെയുള്ള വേസ്റ്റ് കുഴികളിൽ ഇറങ്ങിയിട്ടും തോടുകളിൽ ഇറങ്ങിയിട്ടും അങ്ങനെ പണിയെടുക്കുന്ന ആളുകളുടെ ഇത് നിയമപരമായിട്ട് ഇവിടെ നിർത്തിയ പരിപാടിയാണ്. ഈ പരിപാടി ഇത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ മനുഷ്യന്മാരെ ഇറക്കി വിടാൻ പാടില്ല. ഇത് ഏത് കോൺട്രാക്ട് എടുത്തിട്ട് ആര് കോർപ്പറേഷൻ കൊടുത്തോ റെയിൽവേ കൊടുത്തോ കോൺട്രാക്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇപ്പോഴും ഇവിടെ ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ഈ പറഞ്ഞ മാനുവൽ സ്കാവെഞ്ചിങ് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ലംഘനമല്ലേ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പൊതുജനം നമുക്കിതിനെക്കുറിച്ച് വലിയ പിടുത്തൊന്നുമില്ല. പക്ഷേ അധികാരികൾക്ക് ഇത് അറിയാതിരിക്കുന്നില്ലല്ലോ. IPS IAS തലകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്ത അവസ്ഥയൊന്നുമില്ലല്ലോ. രാഷ്ട്രീയക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്ത അവസ്ഥയൊന്നുമില്ലല്ലോ. ഇപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ആ മനുഷ്യൻ ജോയ് എന്ന് പറഞ്ഞ മനുഷ്യൻ 1000 രൂപ 1500 രൂപയ്ക്കാണ് ആ വേസ്റ്റിൽ പോയിട്ട് ഇറങ്ങിയത്. ഇനി
ഇവിടുത്തെ പദ്ധതികളെ കുറിച്ചിട്ടും ആമയിഴഞ്ചാൻ തോടിനെ കുറിച്ചിട്ടും. ആമയിഴഞ്ചാൻ തോടിന്ന് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കിയാൽ തന്നെ 10-11 വർഷം മുമ്പുള്ള പ്രശ്നങ്ങളടക്കം നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തിന് 9 മാസം മുമ്പ് ആമയിഴഞ്ചാൻ തോടിൻ്റെ അവസ്ഥ പറഞ്ഞ് നാട്ടുകാർ പൊതുജനം ബൈറ്റ് കൊടുത്തത് ഏഷ്യാനെറ്റ് ന്യൂസിൽ കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു മഴ എത്തുന്നതിന് മുമ്പ് 10 പദ്ധതികളിടും. തോട് നന്നാക്കണം, തോട്ടിലെ മാലിന്യങ്ങൾ നന്നാക്കണം, ഇവിടുന്ന് പോണ ഡ്രൈനേജുകൾ നന്നാക്കണം, അതിലെ മാലിന്യങ്ങൾ മാറ്റണം. പദ്ധതി ഇടും, കാശടിച്ച് മാറ്റും, ഉണ്ടാതിരിക്കും. എങ്ങനെ ഇരിക്കുന്നു? ഓക്കെ, ഇനി ആമയിഴഞ്ചാൻ തോടിൻ്റെ അവസ്ഥ. ഓക്കെ, ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവന്മാർ. കോഫി ഹൗസിന് സമീപം മാലിന്യം കൊണ്ട് നിറഞ്ഞ ആമയിഴഞ്ചാൻ തോട്. തൊട്ടിപ്പുറത്ത് വരുമ്പോൾ മാലിന്യം കൊണ്ട് ഒഴുക്ക് നിലച്ച റെയിൽവേ ഗേറ്റിന് സമീപമുള്ള ആമയിഴഞ്ചാൻ തോട്. ഇത് രണ്ടും കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് ഓപ്പറേഷൻ അനന്ത 1 തുടക്കം. മഴയൊന്ന് ആഞ്ഞു ചാറിയാൽ വെള്ളം കെട്ടുന്ന തലസ്ഥാന നഗരിയിലെ ദുരവസ്ഥ മാറണമെങ്കിൽ ആമയിഴഞ്ചാൻ തോട് തടസ്സമില്ലാതെ ഒഴുകണം. 140 മീറ്റർ റെയിൽവേ ട്രാക്കിനടിയിലൂടെ പോകുന്ന ടണലിൻ്റെ വീതി കൂട്ടണം, കയ്യേറ്റം ഒഴിപ്പിക്കണം. ഓപ്പറേഷൻ അനന്തയ്ക്ക് രൂപരേഖ ആയതിനു പിന്നാലെ ഊറ്റുകുഴി മുതൽ കയ്യേറ്റം ഒഴിപ്പിച്ച് ആദ്യഘട്ടം പൂർത്തിയാക്കി. ടണൽ വൃത്തിയാക്കാനുള്ള നീക്കം ആദ്യം റെയിൽവേയുടെ ഭാഗത്തു നിന്നും തടഞ്ഞുവെങ്കിലും ഉന്നതതലത്തിൽ ഇടപെടൽ നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. ടണലിൻ്റെ വീതി കൂട്ടലായിരുന്നു ഓപ്പറേഷൻ അനന്ത 2ാം ഘട്ടത്തിൻ്റെ പ്രധാന ശുപാർശ. പക്ഷേ സർക്കാരിൻ്റെയോ ഉദ്യോഗസ്ഥരുടെയോ ഭാഗത്തുനിന്ന് ഒരു തുടർ നടപടിയും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇനിയൊരു ദൃശ്യത്തിലേക്ക്. ഓപ്പറേഷൻ അനന്തയുടെ തുടർച്ചയെന്ന നിലയിൽ 2018 റെയിൽവേ ടണലിനടിയിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങളാണിത്. റെയിൽവേയുടെ അനുമതിയോടെ നഗരസഭ ഹിറ്റാച്ചി ഓടിച്ച് മറുകര കണ്ട അതേ ടണലാണ് വർഷങ്ങൾക്കിപ്പുറം സ്കൂബ ഡൈവിംഗ് സംഘത്തിന് കടന്നു ചെല്ലാൻ പോലും പറ്റാത്ത വിധം ഇടുങ്ങിപ്പോയത്. ഓപ്പറേഷൻ അനന്തയല്ല, ഓപ്പറേഷൻ അമുക്കൽ. അതാണ് വേണം പറയാൻ കുട്ടികൾക്കൊക്കെ. കാരണം അങ്ങനെയാണ്, അമുക്കാൻ മാത്രമേ അറിയൂ. അടിച്ചു മാറ്റി അമുക്കി തിന്നതാണ് മെയിൻ പരിപാടി ഇവിടെ. ആരുടെങ്കിലും ഒരാളുടെ ജീവൻ പോണം. അപ്പം പിന്നെ എന്തായി, ചർച്ചകളായി, പിന്നെ അത് രാഷ്ട്രീയമായി, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള അടിയായി, പിന്നെ അങ്ങോട്ട് കത്തും ആ സാധനം. ഇല്ലേ ഇവിടെ കത്തിക്കും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഓക്കെ, ഒരു മനുഷ്യൻ്റെ ജീവൻ ഇപ്പോൾ പോയി. ഇനി ആരും പോവാതിരിക്കാൻ നോക്കിക്കൂടെ? ജെൻ റോബോട്ടിക്സിന് സാധനമൊക്കെ വരുന്നുണ്ട്, റോബോട്ടൊക്കെ വരുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടു ഇല്ലേ? 4-5 മനുഷ്യന്മാരാണ് ആ വേസ്റ്റ് വാരാൻ ഇറങ്ങിയത്. അന്ന് എന്താ ആ സമയത്ത് ജെൻ റോബോട്ടിക്സിൽ മറ്റേ വേസ്റ്റ് വാരുന്ന റോബോട്ടില്ലേ? അല്ല, എന്തോ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റാർട്ടപ്പാണെന്നൊക്കെയാണ് ആര്യ രാജേന്ദ്രൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇപ്പോൾ അത് യൂസ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ എടാ, ഇങ്ങനെയൊക്കെയാണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ നാട്ടിൽ കൊണ്ടുവന്ന് സിസ്റ്റം മൊത്തത്തിൽ മാറ്റേണ്ടത്. അല്ലാതെ ഒരാളെ ജീവൻ പോകുമ്പോഴത്തേക്കല്ല ഈ കണ്ടുപിടുത്തങ്ങൾ ഞങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അവിടെയും വന്ന് തള്ളുന്നത് എന്താ അറിയോ? ഞങ്ങൾ കൊണ്ടുവന്ന സ്റ്റാർട്ടപ്പ്. ഇതൊക്കെ ഉണ്ടായിട്ടും വേസ്റ്റ് വാരൻ വീണ്ടും മനുഷ്യന്മാരുണ്ടാക്കുന്ന വേസ്റ്റ് വാരൻ വേറെ മനുഷ്യന്മാരെ പറഞ്ഞയക്കുക. നിരോധിക്കപ്പെട്ട സാധനം ചെയ്യുന്നത് ഇവിടുത്തെ സർക്കാരും സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ തന്നെ. ശരിക്കും ജോയെ കൊന്നതാരാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇരുത്തി ചിന്തിച്ചു നോക്കും നിങ്ങളൊന്ന്. ഈ നാട്ടിലൊന്നും നന്നാവാൻ പോണില്ല, ഒന്നും നന്നാവാൻ പോണില്ല. ഇനിയിപ്പം ഞാൻ പറയുന്നത് നമ്മളടക്കം നന്നാവണം. നമ്മളൊക്കെ മാറിക്കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു മാറ്റം വരും. പക്ഷെ നമുക്ക് വഴി കാട്ടേണ്ടതും നമുക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്തു തരേണ്ടതും ഒരു സിസ്റ്റം ഉണ്ടാക്കേണ്ടതും നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് വിടുന്ന ആളുകളാണ്. അവരതിന് റെഡി അല്ല എന്നുണ്ടെങ്കിൽ പിന്നെന്ത് ചെയ്യും? ഇതുപോലെ കുറേ ജോയിമാർ പോവും. നമ്മളത് ന്യൂസായിട്ട് ഇങ്ങനെ കണ്ട് 2 ദിവസം കാണും, 3-ാം ദിവസം അടുത്ത ന്യൂസ് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും. ഇതല്ലേ നടക്കാൻ പോകുള്ളൂ. ഇവിടെ ഇനി ഈ പറഞ്ഞ തോടുകളിൽ മാലിന്യങ്ങൾ വരും. കാരണം എന്താ അറിയോ? വലിയ വലിയ വൻകിട ഹോട്ടലുകൾ, മാളുകൾ, ഇങ്ങനത്തെ ഹോസ്പിറ്റലുകൾ, ഇവിടെ നിന്നൊക്കെ വേസ്റ്റ്, ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഈ വേസ്റ്റുകളൊക്കെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ ഡിസ്പോസ് ചെയ്യുന്നുണ്ടോ പ്രോപ്പറായിട്ട്? റീസൈക്കിൾ ചെയ്യുന്നുണ്ട് ഇവർ പ്രോപ്പറായിട്ട്? ഇതിൻ്റെയൊക്കെ ഒരു 75% വലിയൊരു മെജോറിറ്റിയും പോകുന്നത് ഇവിടുത്തെ പുഴകളും തോടുകളുടെ ഉള്ളിലേക്ക് തന്നെയാണ്. അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് നന്നായിട്ട് അറിയും ചെയ്യാം.
അതങ്ങനെ പോയാലേ അത് വൃത്തിയാക്കാനുള്ള അടുത്ത പ്രൊജക്റ്റ് ഇവർക്ക് കൊണ്ടുവരാനും പറ്റും. കാശടിച്ച് മാലിന്യം ഇതേപോലെ ഏതെങ്കിലും ഒരു പാവത്തിൻ്റെ ജീവൻ പോയാൽ അയാളുടെ വീട്ടിൽ ഒരു 10 ലക്ഷം രൂപ അയാളുടെ വീട്ടുകാർക്ക് ഒരു വാഗ്ദാനം, ഒരു സർക്കാർ ജോലി എന്ന് പറഞ്ഞ് തള്ളിവിടും. ഈ സർക്കാർ ഇറങ്ങി പോകുമ്പോൾ അടുത്ത സർക്കാർ കയറുമ്പോൾ അവർക്ക് എന്തില്ല, ജോലിയില്ല, പൈസയില്ല, ഒന്നുമില്ല. രക്ഷാപ്രവർത്തനത്തിന് വന്ന ആളുകൾ അവരവരുടെ ലൈഫ് റിസ്ക് ചെയ്തിട്ടാണ്, സംഗതി അവരെടുക്കേണ്ട പണി തന്നെയാണ്, പക്ഷെ എന്നാലും ലൈഫ് റിസ്ക് ചെയ്തിട്ടാണ്. പശ പോലത്തെ ചളിയിലാണ് അവർ ഇറങ്ങിയിട്ടുള്ളത്. അവർ ജീവിച്ചിരിക്കുന്നുണ്ട്, ഇപ്പം ജീവിച്ചിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ്, അല്ലാതെ അതിന് സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല വാക്ക് ഏതെങ്കിലും ഒരു മന്ത്രി ഇറങ്ങി എന്ന് പറയാം.